everyone, welcome back to our channel. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ താമരപ്പാടത്ത് പോയിട്ട് പൂ പറിക്കുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത് മുളപ്പിക്കാറെന്ന്. അപ്പോൾ അറിയുന്നുണ്ടാവും, ഇപ്പോൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഈ വാട്ടർ പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ തന്നെ ഒരു നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ പറയണത് നമ്മൾ എങ്ങനെയാണ് ഒരു താമരപ്പൂവ്, അതായത് വെള്ള താമരപ്പൂവുണ്ട്, ചുവന്ന അല്ലെങ്കിൽ റോസ് താമരപ്പൂവ് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വിത്തിൽ നിന്ന് പ്രൊപ്പഗനേറ്റ് ചെയ്യുക. പിന്നെ നമുക്കതിൻ്റെ അടിയിലത്തെ കിഴങ്ങില്ലേ, ട്യൂബർ എന്ന് പറയും, അത് ഈ ഒരു സമയത്ത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പാടത്ത് വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ട്യൂബർ കിട്ടും. അപ്പം ഞാൻ ഇന്നലെ പാടത്ത് പോയിട്ട് അച്ഛൻ്റെ കൂടെ പോയിട്ട് പൂ വരച്ചപ്പോൾ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ടാവുക. ഇങ്ങനെ ഓരോ അറയ്ക്കുള്ളിലായിട്ട് വിത്ത് ഉണ്ടാവും. അപ്പോൾ ആ അറയിൽ നിന്ന് നമ്മൾ വിത്ത് ഇത് നല്ല മൂപ്പായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എത്ര കിലോ കണ്ട, ഇത് കണ്ട ചെറിയ വിത്തുകളാണ്. അപ്പോൾ ഇതുപോലെ കറുപ്പ് കളറിൽ വരണം. ഇതാണ് നമ്മൾ ഓൺലൈനിൽ മേടിക്കാനൊക്കെ കിട്ടുന്നത്. ഇതുപോലെ ഇരിക്കും കേട്ടോ. ഈ വിത്ത് എങ്ങനെ നമ്മൾ മുളപ്പിക്കുക എന്ന് വെച്ചാൽ ഇതാ, നമ്മൾ അതിൽ നിന്ന് ഒരു വിത്ത് എടുക്കുക. കണ്ട, ഈ ഒരു വിത്തിന് രണ്ട് അറ്റുണ്ട്. ഒന്ന് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്, പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ഈ ഒരു ഭാഗം, അതായത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന രണ്ടറ്റം, ഒന്ന് കൂർത്ത അറ്റം, ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന അറ്റം. കൂർത്ത അറ്റമല്ല നമ്മൾ ഒരത് അതായത് സാൻഡ് പേപ്പർ വേണം കേട്ടോ. അതില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല ഒരള്ള പ്രതലായാൽ മതി. അപ്പം നമ്മൾ ഈ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം എടുത്തിട്ട് ഇതുപോലെ സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒരതുക. എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു വിത്ത് എത്ര മാസങ്ങളോളം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലും ഇത് മുളയ്ക്കില്ല. നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗം പുറത്തേക്ക് കാണണം, അതായത് അതിന് മുള തനിയെ മുളയ്ക്കാൻ. പിന്നെ പാടത്തൊക്കെ ഇത് മുളയ്ക്കുന്നുണ്ട്. അത് കിഴങ്ങിൽ നിന്നാണ് കേട്ടോ വരുന്നത്. കിഴങ്ങിൽ നിന്ന് ട്യൂബർ, നമ്മൾ പൂവിടാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കിഴങ്ങുന്ന ട്യൂബറിൽ നിന്ന് താമര ഉണ്ടാക്കി എടുക്കുന്നതാണ് എന്നാണ് പറയണത്. കാരണം ഈ വിത്ത് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൂവ് ഇടാനുള്ള സാധ്യത കുറവ്. അപ്പോൾ നമുക്ക് ഓരോ ഞാൻ ഒരു ഇതാവും തോന്നുന്നില്ല ഗൈസ്. നല്ല ശക്തി വേണം, നല്ലോണം. ഇതാ ഇത്രയും മതി. കുറച്ചും കൂടി നമുക്കൊന്ന് കണ്ടില്ലേ, ഇത് നമ്മൾ ഉരച്ചെടുത്തൊരു വിത്താണ്. കണ്ട, ആ ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുത്തോ. ഇത്രയും മതി കേട്ടോ. കൂടുതലായിട്ട് ഉരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിത്ത് മുളയ്ക്കില്ല. അതിൻ്റെ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് പുറത്തേക്ക് കാണണം, ഉള്ളിലെ ഒരു സംഭവം. ഇത് കണ്ടോ, നമ്മൾ ഉരയ്ക്കാത്ത വിത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കുഴിഞ്ഞ്, എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വേണം. നമ്മൾ മുളപ്പിച്ച വിത്താണ്, എന്താ പറയുക, സാൻഡ് പേപ്പറിൽ ഉരച്ച വിത്താണ്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. അപ്പോൾ ആ വിത്ത് മുകളിലേക്ക് പൊന്തി വന്നു. അതിനർത്ഥം എന്താണ്, ആ വിത്ത് ഒരു എന്താ പറയുക, ആരോഗ്യമുള്ള വിത്തല്ല, പൊട്ടയാന്ന് പറയില്ലേ നമ്മളിങ്ങനെ, പൊള്ളയാണ്. അപ്പോൾ അത് മുളയ്ക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി നമുക്ക് അപ്പോൾ ആരോഗ്യമുള്ള വിത്താണെങ്കിൽ താഴേക്ക് എടുക്കണം. ഞാൻ ഏട്ടന് കൈമാറി കേട്ടോ ഉരയ്ക്കൽ ജോലി. കാരണം എനിക്ക് കൈ ഭയങ്കരമായിട്ടേ, നമ്മുടെ കൈ വേദന എടുക്കും. ഒന്നുകൂടെ ഒരു ചെറിയൊരു അതിൻ്റെ ഉള്ളിലൊരു പിങ്ക് കളർ പുറത്തേക്ക് കാണണം കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരുവിധം വിത്തുകളെല്ലാം തന്നെ നമ്മളിതുപോലെ ഒരതിയിട്ട് വെള്ളത്തിലിട്ട് നോക്കി. ആകെ 2 എണ്ണം മാത്രമേ താഴ്ന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ മുകളിലോട്ട് പൊന്തി നിൽക്കുകയാണ്. ഒരെണ്ണം പിന്നെ മുക്കാൽ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. താഴണോ അതോ മുകളിലോട്ട് പോകണോ, അത് മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ വിത്തും മുളയ്ക്കണം എന്നില്ല. അപ്പോൾ ആരോഗ്യമുള്ള വിത്തുകളുടെ എണ്ണം കുറവായിരിക്കും. അച്ഛൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇത് മൂക്കാത്ത വിത്തുകളായിരിക്കും.
പിന്നെ ആരോഗ്യക്കുറവും ഉണ്ടായിരിക്കും. അപ്പോൾ ആകെ 3 വിത്താണ് നമ്മളുടെ കണക്കിൽ താഴ്ന്നിട്ടുള്ളൂ കേട്ടോ. ആ ഒരു വിത്തെങ്ങാനും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ താഴ്ന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ വിത്തുകൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. അങ്ങനെ നമ്മളിത് 2 ദിവസം, അതായത് ചൊവ്വാഴ്ച, ഞായറാഴ്ചയാണ് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചത്. ചൊവ്വാഴ്ച രാവിലെ ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ ഒന്നിൽ നിന്ന് ചെറിയൊരു പച്ച കളറിൽ നിങ്ങൾക്ക് കാണാൻ ഉണ്ടോയെന്നറിയില്ല, മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പോട്ടിങ്ങും തൈയിൻ്റെ വളർച്ച ഓരോ ദിവസത്തെയും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കേണ്ടത്, അതെങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ടത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.